നമസ്കാരം, എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡായിരുന്നു കേട്ടോ നടന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഇന്ന് കാണിച്ച എപ്പിസോഡില് ലാസ്റ്റ് നടന്ന സംഭവം എന്താണത്? വീണ്ടും വീണ്ടും എന്ത് ടൈപ്പുള്ള കണ്ടന്റുകളാണോ ഈ പൊക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. ഇന്നും സെയിം ഒരു ഇഷ്യൂ അവിടെ കഴിഞ്ഞതേ ഉള്ളൂ. അതെ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത, നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നെ ഒരു മടിയുള്ള കണ്ടന്റ് ആണ് ഈ സീസൺ ഫുള്ള് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തീർന്നു എന്ന് കരുതുമല്ല, അലട്ടെല്ലാം പറഞ്ഞു ഒതുക്കി തീർന്നെന്ന് കരുതുമ്പോൾ അടുത്തതും കൊണ്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. എന്ത് റിവ്യൂ ചെയ്യാൻ തന്നെ തോന്നുന്നില്ല. അതായത് നമുക്കിന്ന് ഇത് കണ്ടപ്പോ എന്റെ ദൈവമേ, ഇന്നും ഇനി ഈ ഒരു കാര്യം തന്നെയാണോ വന്നിരുന്ന് പറയണ്ടേ എന്നാണ് മനസ്സിൽ തോന്നിയ ഒരു മടുപ്പുണ്ടല്ലോ. കാരണം എന്താണ് ഇവിടെ ഇപ്പം രണയുടെ ഭാഗത്താണെങ്കിലും ആര്യന്റെ ഭാഗത്താണെങ്കിലും രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് വേണം പറയാം. കാരണം രണ എന്തിനാണ് ആ ബെഡിൽ പോയി കിടക്കാൻ പോയത്? അത് ആര്യന്റെ ബെഡല്ലേ. പിന്നെ ആര്യൻ ആ കാണിച്ച ഒരു ആക്ട് ഉണ്ടല്ലോ, അത് ടച്ച് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ഇങ്ങനെ എണ്ണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. പക്ഷെ അത് ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ഇപ്പൊ തിരിച്ചു പറയുകയാണെങ്കിൽ അതൊക്കെ അങ്ങനെ എന്താണ് ആരും ചെയ്യുന്നതെന്ന് പറയാൻ പറ്റാത്ത ഒരു വെകിൽ വിളിച്ച ഒരാളാണ്. അപ്പൊ ഈ രണ പോയി അങ്ങനെ കിടന്നിട്ട് എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കാൻ നിൽക്കുന്നതെന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. എനിക്ക് മെയിൻ എന്താ പറയണ്ടേ, ഇപ്പൊ ലാലേട്ടൻ വന്ന് തീർത്ത് വിട്ടതേ ഉള്ളൂ. ഇനി അടുത്ത ആഴ്ച ആ മനുഷ്യന് ഇത് തന്നെയാണോ അവസ്ഥ ഉണ്ടാക്കി വെക്കാൻ പോണേ? അതാണ് അവസ്ഥ. പിന്നെ അതേപോലെ തന്നെ പ്രവീൺ ഔട്ടായതിനെ പറ്റി പറയാനുള്ളത്, നല്ല ഗെയിം കളിക്കുന്ന ആൾക്കാരെ ഔട്ടായി എന്നതിൽ നമുക്ക് ഒട്ടും പറയാൻ അതില്ലേ ഒരു മടിയുണ്ട്. കാര്യം സേഫ് ഗെയിമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കുന്നവരിയ്ക്കെ ഇവരൊക്കെ പോകുന്നത് കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. അതായത് ഈ സാബുമാനൊക്കെ എന്ത് ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. സാബുമാൻ ഇരിക്കുന്ന ടൈമിൽ പ്രവീൺ എന്നുള്ളൊരു വ്യക്തി പോയതിനോട് ഒട്ടും തന്നെ യോജിക്കാൻ വയ്യ. കാരണം ആളുടെ ആ ഒരു വീഡിയോ തന്നെ പ്ലേ ചെയ്യുമ്പോൾ ഒരുപാടുണ്ട് ആളുടെ കാണിക്കാനായിട്ട്. ഒരു 10 ദിവസം എങ്ങാണ്ടാണ് നിന്നത്. അപ്പൊ ഒരുപാടുണ്ട് കാണിക്കാനായിട്ട്. അപ്പൊ ആൾക്ക് തന്നെ അതൊരു ഷോക്കിംഗ് ആയിരുന്നു ചായി എന്നുള്ളത്. കാരണം അവിടെ ഇരിക്കുന്നതിൽ, അതായത് വൈൽഡ് കാർഡുകൾ വന്നതിലല്ല, അല്ലാതെ തന്നെ ഡേ 1 തൊട്ട് നിൽക്കുന്നതിൽ പോലും ആക്റ്റീവ് അല്ലാത്തവരുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇത് എത്ര നന്നായിട്ടാ ചെയ്തോണ്ടിരിക്കണേ. അതെ. പിന്നെ അതേപോലെ തന്നെ ഒനിയലിന്റെയും ലക്ഷ്മിയുടെയും കാര്യം ലാലേട്ടൻ നല്ല രീതിക്ക് സംസാരിച്ച് അത് തീർപ്പാക്കിയിട്ടുണ്ട്. ഒരുവിധം കാര്യങ്ങളെല്ലാം ലക്ഷ്മിക്കും തെറ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലക്ഷ്മിയുടെ ചില സ്റ്റാൻഡുകൾ അത് ഉറച്ചു വെക്കുന്നുണ്ട്. അത് അവരുടെ അഭിപ്രായം, അത് നമുക്കൊന്നും ചെയ്യാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്തായാലും മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ ഈ ആഴ്ച 2 എവിക്ഷൻസ് ആണ് നടന്നത്. പിന്നെ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് അടുത്ത ആഴ്ച നമുക്കൊരു ഹോട്ടൽ ആയിട്ടാണ് നമ്മുടെ വീട് മാറാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഗസ്റ്റുകൾ ഹോട്ടലിൽ വരുമായിരിക്കും. അതിപ്പം പഴയ സീസണിലെ ആൾക്കാരായിരിക്കും വരുന്നത്. കഴിഞ്ഞ സീസണിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മുടെ ഏറ്റവും പറയാനാണെങ്കിൽ നമ്മുടെ രജിത് സാറും റോബിനും അഖിൽ മാറാറിന്റെ ഒക്കെ സീസണിൽ വന്നതാണ് പറയാനുള്ളത്. അതിൽ വലിയൊരു ഭൂകമ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ റോബിനൊക്കെ പോയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പൊ ഈ ആഴ്ച ആരൊക്കെയാണ് ചലഞ്ചേഴ്സ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ലൈവ് ആയാലും ഇനിയിപ്പോ അല്ലാതെ തന്നെയാണെങ്കിലും കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂല. കാരണം നീ ഏതാടിയെന്ന് ചോദിച്ചാൽ നീ ആരാടാന്ന് ചോദിക്കുന്ന തിരിച്ചു ചോദിക്കുന്ന ടീമല്ല. ഇവരൊക്കെ എങ്ങനെയാണ് ഈ വരുന്ന ഗസ്റ്റുകളടുത്ത് ആകുമ്പം ഇവര് ഈ സെർവ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഗസ്റ്റുകള് പറയുന്നത് എന്തായാലും ചെയ്തല്ലേ പറ്റൂ. അപ്പൊ ഇവര് ട്രിഗർ ചെയ്യാൻ നോക്കും. അപ്പൊ തിരിച്ചുള്ള ഇവരുടെ റിയാക്ഷൻ ഏത് രീതിയിലാവുന്ന ഒരു ഐഡിയ ഇല്ല. ഇനി അവസാനം കൊളാക്കി കൊടുക്കുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പൊ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. അപ്പൊ ഡേ 42 ആണ് നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് 7ന്റെ പണിയാണ് ഇത്, 7ാമത്തെ സീസൺ ആണ്. അപ്പൊ അതിനു മുന്നേ ആയിട്ട് നമുക്ക് ഇന്നലെ ഒരാഴ്ചത്തെ പകുതി കാര്യങ്ങളാണ് കാണിച്ച് ബാക്കി കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇന്നത്തെ. അതായത് റീക്യാപ്പ് കഴിഞ്ഞ ആഴ്ച കാണിക്കുന്നത്, അതിലെ എവിക്ഷന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തത് കാണിക്കുന്നുണ്ട്, ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്ന കാണിക്കുന്നുണ്ട്, കിച്ചൺ ഫൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ കുറെ എണ്ണം, അത് കാണിക്കുന്നുണ്ട്. പിന്നെ കിച്ചണിലുണ്ടായ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒണിയലിന്റെ ഇഷ്യൂ കാണിക്കുന്നുണ്ട്, ജയിലിൽ കിടന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ജയിൽ നോമിനേഷൻസ് ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളായിരുന്നു കേട്ടോ ഈ ഒരു റീക്യാപ്പിൽ കാണിച്ചിരുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് തന്നെ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നു ഓണിയൽ എന്താണ് ഇഷ്യൂ എന്ന് ചോദിക്കുമ്പോൾ ഓണിയൽ പറയുന്നുണ്ട് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോൾസ് അലിഗേഷൻ ആണ് എന്റെ മേലിൽ കെട്ടിവെച്ചത്, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ക്യാരക്ടർ അസോസിനേറ്റ് ചെയ്യുന്ന രീതിയായിരുന്നു അത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ
ഒണിയൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതിൽ തന്നെ ഒണിയൽ പറയുന്നത് ഇതൊരു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഞാനും മസ്താനിയായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് അതൊരു ഇഷ്യൂ അല്ലല്ലോ, നിങ്ങൾ തന്നെ അതൊരു ഇഷ്യൂ എന്ന് പറയാതെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. സിറ്റുവേഷൻ. അതെ. അപ്പോ ഒണിയില് പറയുന്നുണ്ട് അതെ അതെ ആ ഒരു വിഷയം. അപ്പൊ ഞാന് ചിന്തിക്കാത്ത രീതിയിലാണ് മൈക്കിടടാ കുടുംബത്തിൽ പറക്കാത്തവനല്ലേ നീ എന്നൊക്കെ രീതിയിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പൊ എനിക്കത് ഭയങ്കര ഷോക്കായി പോയി. അത് പറഞ്ഞപ്പോൾ ലക്ഷ്മി ഭയങ്കര മോശമായിട്ടാണ് സംസാരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മസ്താനി പറയുന്നുണ്ട് എന്നെ പിടിച്ചപ്പോ എനിക്ക് പ്രഷർ ഫീൽ ചെയ്തു, എന്തോ ഒരു വല്ലാത്ത പോലെ തോന്നി, വീഴാൻ പോയതാണോ അല്ലെങ്കിൽ ഒരു ബാഡ് ടച്ച് ആണോ ഗുഡ് ടച്ച് ആണോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു, അതാണ് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അത് ഞാൻ പേഴ്സണലായിട്ട് പറയാനിരുന്നതാ, പക്ഷെ അത് ഇത്രയ്ക്ക് പ്രൈവറ്റ് ആയിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് മസ്താനി പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഇവിടെ ഇത്രയും ക്യാമറകളുണ്ട്, ഇവിടെ ഒന്നും പേഴ്സണൽ കാര്യങ്ങളല്ല. അപ്പോ ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ നടന്നതെന്ന് അറിയില്ലേ നോക്കുമ്പോൾ അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാൽ നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് കാണാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് ഒണിയിൽ വീഴാൻ പോകുമ്പോൾ ഇങ്ങനെ പിടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, ലാലേട്ടൻ. അപ്പൊ ലാലേട്ടൻ തിരിച്ച് അങ്ങോട്ട് പറയുന്നുണ്ട്, വീഡിയോ കണ്ടതിന് ശേഷം വീട്ടുകാരൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ, വീഴാൻ പോയപ്പോ നടന്നതായിരുന്നു എന്നുള്ളത് വീട്ടുകാർ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ലാലേട്ടൻ ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതിലിപ്പോ എന്താണ് തെറ്റ്, വീഴാൻ പോയപ്പോ ഒരാൾ കയറി പിടിച്ചത്, അപ്പൊ വീഴാൻ പോകുമ്പോ എവിടെ കയറി പിടിക്കും എടുക്കും എന്നൊന്നും നമ്മൾ നോക്കില്ലല്ലോ, പെട്ടെന്ന് വീഴാൻ പോകുമ്പോൾ ആ ഒരു പ്രഷറിൽ കയറി പിടിക്കുമ്പോ അതിന് എത്ര പ്രഷർ ഉണ്ടെന്നോ ഒന്നും നമ്മൾ നോക്കാറില്ല, പിന്നെ നോക്കത്തുള്ളൂ അതിലെ മുമ്പിൽ എന്ത് കാണുന്നോ അതിൽ കയറി പിടിക്കാനും. അതെ, കാരണം അങ്ങനെ പിടിച്ചില്ലെങ്കിൽ ആള് വീഴും, ഒണിയില് വീഴും. അപ്പം പിന്നെ നിങ്ങളൊക്കെ ഒരുമിച്ച് കളിക്കുന്നവരല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെയാണോ പറയണ്ടേന്ന് നോക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ സോറി ചോദിക്കുന്നു, ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുക്കുന്നുണ്ട്. അതായത് ഒരാളെ കൊന്നിട്ടിട്ട് സോറി പറഞ്ഞ കാര്യമില്ലെന്ന് അറിയാം, എങ്കിലും ഞാൻ സോറി ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി സോറി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഒണിയിൽ പറയുന്നുണ്ട് ഒരു ക്രൈം ചെയ്തിട്ട് സോറി പറയുമ്പോൾ എന്റെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഇത് കാണുന്നതാണ്, അവർക്ക് ഇത് അഫക്റ്റ് ആവുന്നതാണ്, അവിടെ എങ്ങനെ ഇത് പ്രൊട്ടക്ട് ചെയ്യും എന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നു അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് വിശ്വാസമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. മാത്രമല്ല ഞങ്ങളിത് അതുകൊണ്ടാണല്ലോ നമ്മളിത് കാണിച്ചത് തന്നത് എന്നും നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ ചോദിക്കുന്നു, ഗിസേലിന്റെ അടുത്ത് ചോദിക്കുന്നു ഇതിനെപ്പറ്റി എന്താ പറയാനുള്ള. അപ്പൊ ഗിസേൽ പറയുന്നു ഞങ്ങൾക്ക് ഒണിയലിനെ നേരത്തെ തൊട്ടേ അറിയാം, ഇങ്ങനെ ഒരു സംഭവം ആളുടെ കയ്യിൽ നിന്ന് ഒരു നോട്ടം പോലും ഒരു സ്വഭാവം പോലും ആളുടെ കയ്യിൽ നിന്ന് മോശമായിട്ട് വന്നിട്ടില്ല. അപ്പൊ അത് ജയിലിൽ കിടന്നപ്പോ ലക്ഷ്മിയോട് ഗിസയിൽ പറഞ്ഞിരുന്നു എന്നാ പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് ലക്ഷ്മി സോറി ചോദിക്കാം എന്ന് പറഞ്ഞതെന്ന് ഗിസയിൽ പറയുന്നുണ്ട്. അപ്പോ ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ മസ്താനിയുടെ ഭാഗത്താണ് മോശം, കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ റിയാക്ട് ചെയ്യണമായിരുന്നു, പക്ഷെ ആ വീഡിയോയിൽ പോലും മസ്താനി ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതുമല്ല ഈ ലക്ഷ്മി കാണിച്ചത് ഒരു ഗെയിം പ്ലാൻ എന്ന രീതിയിലാണ് ഷാനവാസ് ഇതൊക്കെ സംസാരിക്കുന്നത്. അതായത് ഒരു ഗെയിം കിട്ടിയ ഒരു അവസരം മുതലാക്കി ഒരു ഗെയിമിന് വേണ്ടി യൂസ് ചെയ്തു എന്ന രീതിയിലാണ് ഷാനവാസ് അത് പറഞ്ഞത്. പിന്നെ അക്ബറിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പൊ ഈ സോറി പറഞ്ഞത് നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം വന്ന് കയറിയ സമയത്ത് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ഇവിടെ തക്കാളിക്ക് വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇച്ചിരി വലിയ പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് കരുതിയോണ്ട് വെറും ചീഞ്ഞ ഒരു ഇതിലും വലിയൊരു ചീഞ്ഞ വിഷയം ബിഗ് ബോസ് ചരിത്രത്തിലെ കാണത്തില്ല എന്ന് അക്ബർ പറയുന്നുണ്ട്. എന്തായാലും നല്ല കൊട്ട് കൊടുക്കുന്നുണ്ട് അക്ബർ. അതെ, അപ്പം അഭിലാഷ് പറയുന്നുണ്ട് ഈ ഒരു സംഭവം നടക്കുമ്പോൾ അഭിലാഷ് അവിടെ ഉണ്ടായിരുന്നു, അപ്പൊ ലക്ഷ്മി പെട്ടെന്ന് വന്ന് ചൂടാവുന്ന കണ്ടപ്പോ അഭിലാഷ് എഴുതിയത് ലക്ഷ്മിക്ക് എന്തോ പറ്റിയെന്നാണ്. പിന്നെയാണ് അത് മനസ്സിലായത് ലക്ഷ്മിക്ക് അല്ല മസ്താനിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതിന്. എത്രയൊക്കെ സോറി പറഞ്ഞാലും അന്നത്തെ നൈറ്റ് ഒണിയിൽ അനുഭവിച്ച ആ ഒരു മാനസിക പ്രഷർ ഉണ്ടല്ലോ, അതിനൊന്നും ഒരു സോറിയും കൊണ്ട് അത് മാറ്റാൻ പറ്റില്ല. അപ്പോ അത് നമ്മുടെ റെനോട് ചോദിക്കുമ്പോഴാണെങ്കിൽ സെയിം കാര്യം തന്നെ പറയുന്നത് കേട്ടോ. എന്നിട്ട് പ്രവീണിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ പ്രവീൺ പറയുന്നത് ഇത് പ്രൈവറ്റ് ആയിട്ട് പറയാനാണ് ഇരുന്നത്. ലക്ഷ്മി ഇടയ്ക്ക് കയറി അത് കൊളവാക്കി. അതെ, അപ്പം ലാലേട്ടൻ പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു പ്രൈവറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല, ഇവിടെ ഇത്രയും ക്യാമറാസ് ഉള്ളതാ, എല്ലാം പബ്ലിക് ആണ്, ഇവിടെ ഒന്നും പ്രൈവറ്റ് ഇല്ല എന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ജിഷിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ജിഷി പറയുന്നത് എനിക്കിനി കളിക്കാൻ പേടിയാണ്, നീ തൊട്ടാലോ പിടിച്ചാലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവോ എന്ന് അറിയത്തില്ലെന്ന് പറയുന്നുണ്ടോ. ഇനിയിപ്പം ലക്ഷ്മിയുടെ അടുത്തോട്ട് ഗെയിം കളിക്കാൻ പോകുന്നതിന്റെ ഡൗട്ടാ ഇനി ആൾക്കാര്. പിന്നെ അത് മാത്രമല്ല ഇനി പേടിക്കണം, കാര്യം ഇന്ന് രാത്രി ലാസ്റ്റ് നടന്ന സംഭവം അതൊക്കെ തന്നെയാണ്.
ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതെ. അപ്പൊ അനു പറയുന്നുണ്ട്, മസ്താനി പറയുമ്പോഴും ഇത് ശിശുണ്ട് എന്നാ പറയുന്നത്, അപ്പൊ എത്ര ജെന്യൂൻ ആയിട്ടാണെന്ന് അറിയില്ല. അപ്പൊ ലാലേട്ടൻ ചോദിക്കും ഇതൊരു കണ്ടന്റ് ആണോ? അപ്പൊ മസ്താനി പറയുന്നത് എനിക്ക് അറിയില്ലെന്ന്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത് തെറ്റാണോന്ന്. അപ്പൊ മസ്താനിയാണ്, ഞാൻ ഒണിയലിന് അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് ആ പ്രഷറിൽ എനിക്കത് ബാഡ് ആണോ ഗുഡ് ആണോ എന്ന് അറിയില്ല, അപ്പൊ അത് മാത്രമാണ് ഞാൻ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി വീണ്ടും തന്നെ പറയാം, ഞാൻ ജഡ്ജ്മെന്റൽ ആയിട്ട് ചിന്തിച്ച, കാരണം ഓൾറെഡി തലേന്ന് ആൾ കരുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ പറയണമെന്നും. അപ്പൊ നേരത്തെ പ്ലാൻ ചെയ്താണ്, ലൈവില് മൊത്തം കാണിക്കുന്നുണ്ടായിരുന്നു മസ്താനിയും ഇത് കാര്യം. കൂടുതൽ ആൾക്കാർ ഇപ്പൊ ബിഗ് ബോസിൽ ലാലേട്ടൻ വന്ന് കഴിഞ്ഞാൽ ഓരോരുത്തർ വിളിച്ച് ചോദിച്ച അഭിപ്രായം ചോദിക്കില്ല. അതിന് മുമ്പ് എങ്ങനെ ടാക്കിൾ ചെയ്ത് ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയെ ലക്ഷ്മി നോക്കിയാൽ. അപ്പോഴത്തേക്ക് ലാലേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതൽ മോശമായ വേർഡ്സ് ഉപയോഗിക്കുന്ന ലക്ഷ്മിയാണ്. എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും കുടുംബത്തിൽ പറക്കാത്തവൻ, കുടുംബത്തിൽ കേറ്റാത്തവൻ, കുടുംബത്തെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം സൂക്ഷിച്ച് ഉപയോഗിക്കുക ഭാഷ. എന്നിട്ട് ഒണിയലിന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെ ഞങ്ങൾക്ക് ആർക്കും ഒരു തെറ്റിദ്ധാരണയില്ല, ഞങ്ങൾക്കും പ്രേക്ഷകർക്കും ഒന്നും ഒരു തെറ്റിദ്ധാരണ ഇല്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒണിയലിന്റെ അമ്മ വിളിക്കുന്നുണ്ട്. ആ സീൻ ഒരു ഇച്ചിരി വികാരപരമായിരുന്നു. അപ്പൊ നല്ല രീതിക്ക് അമ്മ എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ഏറ്റവും വലിയൊരു അല്ലേ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതെ, അതായത് അമ്മ എന്താ പറയുന്നത് വെച്ചാൽ, മോൻ ഒന്നും ഓർത്ത് വിഷമിക്കണം, മോൻ നന്നായിട്ട് കളിച്ചു, ഇത്രയും മെച്ചൂർഡ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, മോൻ അടിപൊളിയാണ്, ഞങ്ങളൊക്കെ മോന്റെ കാര്യത്തിൽ പ്രൗഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മോട്ടിവേഷൻ. ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണിയിൽ നല്ല ഗെയിം കളിക്കുന്നുണ്ട്, നല്ല സംസാരിക്കുന്നുണ്ട്, നല്ല മാറ്റമുണ്ട് ആൾക്ക് ഇല്ലേ. ഇനി പോകുമ്പോൾ ചിലപ്പോൾ നല്ല ഗെയിമൊക്കെ കളിക്കുക. ലാസ്റ്റ് ടാസ്ക് തന്നെ ആളുടെ തലയിലാണ് ഇതൊക്കെ ഉദിച്ചതും ഇല്ലേ, ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലാലേട്ടനോട് അമ്മ പറയുന്നുണ്ട്, മോഹൻലാൽ സാറേ എനിക്ക് വയ്യാത്ത സാറേ എന്ന് പറഞ്ഞു. ശരിയപ്പാ അപ്പൊക്ക് ഒരു വയ്യായ്പ ലാലേട്ടൻ പറയുന്നുണ്ട്. അതെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇതൊരു സൊസൈറ്റിയുടെ ഭാഗമാണ്, അവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ചീപ്പ് ഗെയിം ഒന്നും കളിക്കാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻസിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ അഭിലാഷായിരുന്നു. അപ്പം അഭിലാഷിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ടെന്ന്. അപ്പൊ അഭിലാഷ് പറയുന്നത് കിച്ചണും എല്ലാം നല്ല ഫുഡൊക്കെ ആയിരുന്നു, എല്ലാം ഒന്നും കുഴപ്പമില്ല, ബാത്റൂം മാത്രമാണ് കുറച്ചൊരു ഇഷ്യൂ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനീഷിന്റെ അഭിപ്രായം ചോദിക്കുന്നത്, അനീഷ് നല്ല കൊള്ളായിരുന്നു, കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു എന്ന് പറഞ്ഞപ്പോ ലാലേട്ടൻ തന്നെ ഞെട്ടിപ്പോയി. എന്താ ഇത് അനീഷ് ഒരാളെ പറ്റി നല്ലത് പറയുന്ന ആരോ പറഞ്ഞല്ലോ. ഇതെല്ലാം എല്ലാവർക്കും അത് അത്ഭുതമായിരുന്നു. അഭിലാഷ് തന്നെ ഞെട്ടി അത് കേട്ടിട്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട് എല്ലാ ഭാഗവും കുഴപ്പമില്ലായിരുന്നു, ടോയ്ലറ്റ് മാത്രമായിരുന്നു കുറച്ച് പ്രശ്നം, ബാക്കിയെല്ലാം നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനുവിനെ വിളിച്ചു ചോദിക്കുമ്പോൾ അനുവും പറയുന്നുണ്ട് ടോയ്ലറ്റ് മാത്രമായിരുന്നു കുഴപ്പം, ബാക്കിയെല്ലാം നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ലക്ഷ്മിയുടെ ചോദിക്കുമ്പോഴും എല്ലാം സെയിം, എല്ലാരും സെയിം പറയുന്നത് ടോയ്ലറ്റ് മാത്രമായിരുന്നു, ബാത്റൂം ഏരിയ മാത്രമേ ഉള്ളൂ പ്രശ്നം. അത് ഗിസേലിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ ഗിസേലിനെ അത് മുന്നിൽ നിർത്തിയല്ലേ സംസാരിച്ച ഒരു ഇതാക്കി പ്രശ്നമാക്കിയിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുറ്റം അഭിലാഷിന് വരത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഗിസേലിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് ബാത്റൂം. അപ്പം പറഞ്ഞ എനിക്ക് കൈ അധികം നനയ്ക്കാൻ പറ്റില്ല. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കൈ നനയ്ക്കാൻ പറ്റാത്ത ആള് പാത്രം കഴുകുന്നതോ. അപ്പൊ അത് ഇവൻ പറഞ്ഞാൽ കേൾക്കില്ല, നെവിൻ പറഞ്ഞാൽ കേൾക്കാത്തോണ്ടാണ് ഞാൻ കഴിയുന്നത്. അപ്പൊ നെവിന്റെ അടുത്ത് ചോദിക്കുമ്പോ നെവിൻ പറയുന്നുണ്ട് ഞാന് ഇനി തൊട്ട് കഴുകിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു അത് ശരിയല്ലല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരാൾ ഒരു ക്യാപ്റ്റൻ വന്നിട്ട് ചെയ്യുന്ന പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ്, അതപ്പോ ഇനി തൊട്ട് അത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു ചിരിച്ചും കളിച്ച് കുറെ ആക്ഷനും കാണിച്ചൊക്കെ മോഷ്ടിച്ചും കാണിച്ച് അങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ളൂ. അല്ലാതെ ഒരു ബിഗ് ബോസിനകത്ത് ബാക്കിയുള്ളവരും കൂടി മെനക്കെടുത്തുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. പോകാൻ വെറുപ്പിക്കത്തേ ഉള്ള ആള്. പിന്നെ അനീഷിനോട് പറയുന്നുണ്ട് നല്ല രീതിയിൽ ചെയ്തു, അതായത് പാത്രം കരുവാത്തവരെ വഴക്ക് പറഞ്ഞൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അനീഷ് പറയുന്നുണ്ട് ആര്യൻ എപ്പോഴും ഉള്ളൊരു കാര്യമാണ്, പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ട് കഴുകിയെന്ന് കള്ളത്തരം പറഞ്ഞു പോകും, ഈ വട്ടം ഞാനത് കണ്ടുപിടിച്ചു, അങ്ങനെ നിർത്തി, അപ്പം കഴിവീന്ന് പറഞ്ഞു, എന്നിട്ട് ഞാൻ നിർത്തി പറഞ്ഞ് കഴിപ്പിച്ചിട്ടാ വിട്ടേന്ന് പറഞ്ഞത്. അതേസമയം ആര്യൻ എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട്. അതാണ് ചെറുക്കനാണെന്ന് അറിയതല്ലോ, എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കും, എന്തൊക്കെയോ വായി തോന്നിയ പറയും. അത് പക്ഷെ ആൾക്ക് ബോധമില്ല, അതാ പറയേണ്ടത്. ഈ കാണിക്കുന്നതൊക്കെ മനഃപൂർവ്വം അല്ല കേട്ടോ, ആളത് അവിടെ വിടും, ശുദ്ധനാണ് ആള്. പക്ഷെ എന്ത് പറയാനാ, ഒരു പബ്ലിക് മാനേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ആൾക്കില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യൻ അപ്പൊ ഇതിന് അനീഷിന് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഒരു ഒറ്റ പ്ലേറ്റ് കഴുകാനായിട്ട് വന്നപ്പം അത് കഴുകാനായിട്ട് പറ്റില്ല, അനീഷ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുക, അത് തീർന്നിട്ടേ കഴുകാൻ പറ്റുള്ളൂ എന്ന്. അവിടെ ഒരു ഈഗോ ക്ലാഷ് വന്ന് അതാ ഞാൻ അങ്ങനെ കഴുകി വെക്കാതെ പോയിന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ലാലേട്ടന്റെ അടുത്ത് ഒരു ബൗൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഓരോ പ്രശ്നങ്ങൾ ഓരോരുത്തർ സംസാരിച്ചുകൊണ്ടിരിക്കും, ലാലേട്ടൻ ഓരോരോ ബൗളിൽ നിന്ന് ഓരോ പറയുന്നുണ്ട്, കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ബൗളിൽ നിന്ന് എടുത്ത ഒരു ചീട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ
ചെറിയ പാത്രം, വലിയ പാത്രം, 10 ചായ കപ്പ്. ഇതായിരുന്നു കേട്ടോ ആദ്യം എടുത്തത്. അതായത് മറ്റേ ഗിസയില് ചായ ഇട്ട് ചില ഫേവറേറ്റ്സ് ഉള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്ന ബിന്നി പറഞ്ഞൊരു വഴക്കുണ്ടായിരുന്നല്ലോ, അതിനെ പറ്റിയായിരുന്നു സംസാരിക്കുന്നത്. അപ്പൊ ബിന്നി എണീറ്റ് പറയുന്നുണ്ട് ചില ആൾക്കാർക്ക് മാത്രം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, ആലു പൊറോട്ട ഉണ്ടാക്കി കൊടുക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഗിസയിൽ അത് തർക്കിക്കുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല. പക്ഷെ അന്നത്തെ ഒരു കാര്യം വെച്ച് ബാക്കി എല്ലാ സമയത്തും ഗിസയിൽ ആലു പൊറോട്ടയൊക്കെ എടുത്ത് വെക്കാറുണ്ട്. അതേപോലെ ചില ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നുണ്ട്. ചില ഇപ്പം ഷാനവാസിനാണെങ്കിലും അക്ബറിനാണെങ്കിൽ ആര്യനാണ്, അങ്ങനെ ചില ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നത്. രണ അത് പറയുന്ന പോലെ തന്നെയാണ്. രണ വല്ല കാണുമ്പോ മാത്രം ഇത് കണക്ക് എടുത്തു കൊടുക്കും അല്ലേ? അല്ലാത്തപ്പോ പിന്നെ അന്നത്തെ ദിവസം ബിന്നി പറയുന്ന ആ ഒരു ദിവസം മാത്രമാണ് അത് ഇവരുടെ മിസ്റ്റേക്കാ, ബിന്നി ടീമിന്റെ മിസ്റ്റേക്കാ. കാര്യം അവര് പാത്രം കഴുകി കൊടുത്തിട്ടില്ല. തലേ ദിവസം പാത്രം അങ്ങനെ ഇട്ടേക്കും. അത് അങ്ങനെ കഴുകി കൊടുക്കാത്തതിന്റെ പേരിലാണ് ഗിസയിൽ ആ പാത്രത്തിൽ മാത്രം ചായ ഇട്ടിട്ട് പോയത്. അത് അന്നത്തെ ദിവസം നോക്കിയാൽ ഇവരുടെ കയ്യിലെ മിസ്റ്റേക്ക് ആണ്. ബാക്കിയുള്ള ദിവസം ഫേവറേറ്റ്സ്. ബിന്നി എന്തോ പറയുന്നതെന്ന് ചോദിച്ചാൽ പാത്രം കഴുകി തരണമെങ്കിൽ അവര് പറഞ്ഞാൽ കഴുകി കൊടുക്കുമല്ലോ. അപ്പൊ ഗിസയിൽ ചോദിക്കുന്നത് തലേ ദിവസം തന്നെ അവര് വെസലെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നെ ക്ലീൻ ചെയ്ത് വന്നപ്പോ അവർക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ അക്ബറിനോട് ചോദിക്കുമ്പോൾ അക്ബറും പറയുന്നത് അതാണ്, അപ്പൊ വെസൽ ആദ്യം ക്ലീൻ ചെയ്ത് കൊടുക്കൂ എന്നിട്ടല്ല അവരിടുന്നത്. അവരിപ്പോ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ചായ ഇടുക എന്നുള്ളത് ബിന്നിക്ക് അറിയാം, 2 പാത്രം ഉണ്ടെന്നുള്ളത് അറിയാം. അപ്പൊ അതെടുത്ത് കൊടുക്കാൻ നോക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഇഷ്യൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് സംസാരിച്ചതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിൽ വേറൊരു സംഭവം ഉണ്ട്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ജയിൽ നോമിനേഷൻ വന്നപ്പോ അക്ബറിനോട് പറഞ്ഞു ഞാൻ ആലു പൊറോട്ട തന്നതല്ലേ, എന്നിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന്. അപ്പം ഈ ആലു പൊറോട്ട കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ സേഫ് ഗെയിം കളിക്കുകയാണ്, അല്ലെങ്കിൽ ആൾക്കാരെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആലു പൊറോട്ട തന്നെന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഗിസയിൽ പറയുന്നു അതല്ല, എനിക്ക് ഫേവറേറ്റ്സ് കുറച്ചുണ്ട്, എന്റെ സ്നേഹം അറിയിക്കാനാണ് ഞാനത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ചോദിക്കുന്നുണ്ട്, അപ്പൊ അക്ബർ നിങ്ങളുടെ കാര്യം പറഞ്ഞോണ്ട് നിങ്ങൾ ചോദിക്കുന്നു ആലു പൊറോട്ട തന്നത് കൊണ്ടാണല്ലോ എന്ന് പറയുന്നു. അതായത് ഞാൻ ഫുഡ് കഴിച്ചിട്ട് നീ എന്നെ ആദ്യം നോമിനേറ്റ് ചെയ്തില്ലേ വേറെ കാര്യം പറഞ്ഞു എന്നിങ്ങനെ പറയുന്നത്. അപ്പൊ ആ ഒരു അത് പറയേണ്ട കാര്യമില്ലല്ലേ? ഫുഡ് തന്നിട്ട് നീ എന്നെ നോമിനേറ്റ് ചെയ്തില്ലെന്ന് പറയുമ്പോ അതൊരു ഫുഡ് കൊടുത്തിട്ട് അവരെ പിടിച്ചിരുത്തുന്ന ഒരു പരിപാടി തന്നെയാണ്. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ആലു പൊറോട്ട അല്ല ഒരു ഗെയിമിന്റെ ബേസ്, ഒരു ഗെയിം കളിക്കൂ എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഹിന്റ് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളവർക്കും ഹിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അവർ കളിച്ചാൽ കൊള്ളാം. അതെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചീട്ട് എടുക്കുന്നത് തക്കാളി വേഴ്സസ് ക്യാരറ്റ് എന്നാണ് കേട്ടോ. അപ്പൊ അനു നമ്മുടെ ഫ്രീസറിൽ ഇരുന്ന ഒരു ക്യാരറ്റ് എടുത്തിട്ട് കുറെ ദിവസം ആയതാന്നും പറഞ്ഞ് കഴിക്കുന്നുണ്ട്. ആദ്യം തക്കാളി കഴിക്കുന്നതിന് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതത്രേ ഉള്ളൂ. എന്നിട്ട് അത് ചോദിക്കുന്നു, ഇവര് പറയുന്നു. അപ്പോഴത്തേക്ക് എങ്ങാണ്ട് മസ്താനിയെ വെച്ചിട്ട് ആരെയും ഇങ്ങനെ ബാക്കിൽ അനു എന്തോ സംസാരിച്ചിട്ടുണ്ട്. അനു ഇങ്ങനെ ഞാൻ ക്യാഷിന് എന്ന കണ്ടിട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്ക് മസ്താനി ഇതുപോലെ ആരെയും തട്ടാൻ പറഞ്ഞു. അങ്ങനെ ആര്യന്റെ നമ്മുടെ ആ ഒരു വാട്ടർ ബോട്ടിലിൽ ഇരുന്ന വെള്ളം അനുവിന്റെ ദേഹത്ത് ഒഴിച്ചു കിട്ടോ. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ മസ്താനി പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് തമാശക്ക് തള്ളാൻ പറഞ്ഞ് ഞാൻ തള്ളി എന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ലാലേട്ടൻ പറയുന്നുണ്ട് എന്തൊരു തള്ളാണല്ലേ പിടിച്ച പ്രശ്നം മസ്താനിക്ക് ആരെ വേണമെങ്കിലും പിടിക്കാന്നിങ്ങനെ പറയുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. അപ്പോ അടുത്തത് നമ്മുടെ കുക്കീസ് ആണ്. അത് ആ ഒരു നെവിൻ ഇഷ്യൂ ആണ് കുക്കീസ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുന്നത് കുറച്ച് ചോറും നമ്മുടെ ഗോതമ്പ് മാവും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് നമ്മുടെ അഭിലാഷ് വന്നെടുത്ത് ഫുഡ് കഴിച്ചപ്പോ കറി എടുത്തപ്പം പ്രവീൺ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അനു കുറച്ച് ഫോണിന്റെ കൂടെ കറി എടുത്തപ്പോ പറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതേപോലെ നെവിൻ എടുക്കുമ്പോഴും പ്രശ്നമില്ലായിരുന്നു. അതെ, ലാലേട്ടൻ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല കാര്യം. അതെ. അപ്പം പ്രവീൺ പറയുന്നത് എന്താന്ന് വെച്ചാല് അടുത്ത ആഴ്ച ഞാൻ നിൽക്കുവാണെങ്കിൽ ഇവിടെ ഉള്ളതെല്ലാം എടുത്ത് കഴിക്കും, എല്ലാം അലമ്പുണ്ടാക്കും, കിച്ചണിൽ കയറി എല്ലായിടത്തും കഴിക്കും എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ഒരു കാർഡ് എടുത്തിട്ട് പറയുന്നുണ്ട് അടുത്ത ആഴ്ച പ്രേക്ഷകർ പറയുന്നത് അങ്ങനെ വേണ്ടെന്നാണ്, പ്രവീൺ എവിക്റ്റഡ് ആണെന്ന് പറയുന്നു. വളരെ അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, അതും വാതുറന്ന് മിണ്ടുന്നുണ്ടായിരുന്നു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. സാബുമാൻ ഇരിക്കെ പ്രവീൺ പോയാലും ഞങ്ങൾക്കും യോജിപ്പില്ല. അതായത് നമ്മൾ സ്ഥിരം പ്രേക്ഷകരെടുത്ത് പറഞ്ഞത് ഗെയിം കളിക്കുന്നവരെ വെറുപ്പിക്കുക എന്തോ ചെയ്തോട്ടെ, അവരവിടെ നിർത്തിയിട്ട് അല്ലാത്തവരെ എവിക്റ്റ് ആക്കാൻ നോക്കുക നിങ്ങൾ. അത് പ്രവീൺ തന്നെ ലാലേട്ടന്റെ മുമ്പിൽ പോയിട്ട് പറയുന്നുണ്ട്, ഒട്ടും പ്രതീക്ഷയില്ല. എന്നിട്ട് പ്രേക്ഷകരോട് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എവിക്റ്റ് ചെയ്യുമ്പോൾ നോക്കി ചെയ്യുക, അവിടെ വെറുതെ ബീൻ ബാഗിൽ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്, ഒന്നും ഇതുവരെ കണ്ടസ്റ്റൻസ് ആയിട്ട് മിങ്കിൾ ആവാത്തവരൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്കും അതാ പറയാനുള്ള, നോക്കി കണ്ട് നിങ്ങൾ എവിക്റ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് ലാലേട്ടൻ തിരിച്ചു വരുന്നുണ്ട്, വീട്ടുകാരോട് ചോദിക്കുന്നുണ്ട് പ്രവീൺ പോയത് എക്സ്പെക്ട് ചെയ്തു എന്ന്. അപ്പൊ ജിഷ്ണൊക്കെ പറയുന്നു ഇല്ലാന്ന്. അപ്പൊ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഈ സാബുമാൻ പറയുന്ന പോലെ ഇനിയുള്ള സമയം ഉണ്ടെന്ന് കാത്തിരിക്കരുത്, സമയമില്ല, പെട്ടെന്ന് കളിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റോർ റൂമിൽ പോയൊരു
ടിക്കും പിന്നെ ഇൻറ്റുമാർക്കും ഉള്ളൊരു സ്റ്റിക്കർ എടുത്തിട്ട് വരുന്നുണ്ട്. എവിക്ഷൻ ലിസ്റ്റിലുള്ളവർ അപ്പുറത്തിരുത്തുന്നുണ്ട്, അല്ലാത്തവർ ഇപ്പുറത്തിരുത്തുന്നുണ്ട്. അപ്പൊ ഇപ്പുറത്തുള്ളവർക്കാണ് ടാസ്ക് കൊടുത്തേക്കുന്നത് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളത്. അത് ഈ വീട്ടിൽ ഇരിക്കണമെന്ന് പറയുന്നവർക്ക്, നല്ല ടാസ്ക് ചെയ്യുന്നവർക്ക് ഈ സ്റ്റിക്കർ ടിക്കിന്റെ സ്റ്റിക്കർ ഒട്ടിക്കുക, അല്ലാത്തവർക്ക് ഇൻഡുവിന്റെ ചെയ്തേക്കുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഇതായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതായത് വീട്ടിൽ ഒനിയിൽ വന്നിട്ട് ലക്ഷ്മിക്ക് ഇൻഡു മാർക്കും അഭിലാഷിന് ടിക്കും കൊടുക്കുന്നുണ്ട്. നൂറ് വന്നിട്ട് ലക്ഷ്മിക്ക് ഇൻഡു മാർക്കും ആദിലയ്ക്ക് ടിക്കും കൊടുക്കുന്നുണ്ട്. ഷാനവാസ് വന്നിട്ട് ലക്ഷ്മിക്ക് ഇൻഡു മാർക്കും ആദിലയ്ക്ക് ടിക്കും കൊടുക്കുന്നുണ്ട്. ജിഷിൻ വന്നിട്ട് ആര്യന് ടിക്ക് കൊടുക്കുന്നുണ്ട്. രണ ഫാത്തിമയ്ക്ക് ഇൻഡു മാർക്ക് ജിഷിൻ വന്ന് കൊടുത്തതിന്. പിന്നെ ഗിസേൽ വന്നിട്ട് മസ്താനിക്ക് ഇൻഡു മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഗിസേൽ പറയുന്നുണ്ട് അപ്പാനിയുടെ ഇഷ്യൂ പറയുന്നുണ്ട്. അതായത് അപ്പാനി എവിക്റ്റ് ആയിപ്പം മസ്താനി കടന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുകയും ഇതൊക്കെ ചെയ്തായിരുന്നു. അപ്പം അത് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ആര്യൻ വന്നിട്ട് ടിക്കും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ ടിക്ക് കൊടുത്തേക്കുന്നത്. ഇൻഡും ഇതും എല്ലാവരും ഫേവറേറ്റ്സിനെ നോക്കി തന്നെയാണ് ടിക്ക് കൊടുത്തേക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇപ്പം ആദിലേക്ക് അങ്ങനെയാണെങ്കിൽ ആദിലേക്ക് കുറെ ടിക്ക് വരേണ്ടതാ ഗെയിമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ. അപ്പോ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആർക്കാണ് കൂടുതൽ കിട്ടിയത്. ലക്ഷ്മിക്കാണ് കൂടുതൽ ഇൻഡു മാർക്ക് കിട്ടിയത്. അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് തിരുത്താനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഓണിയൽ മാപ്പ് അക്സെപ്റ്റ് ചെയ്തായിരുന്നു ചോദിക്കുമ്പോൾ ഓണിയൽ പറയുന്നുണ്ട് പുരുഷന്മാരോട് ഒക്കെ ലക്ഷ്മി മാപ്പ് ചോദിക്കണം. ഇതുപോലെ ബാധിച്ച ഒരുപാട് പുരുഷന്മാരുണ്ട്. അതുകൊണ്ട് ഇതൊരു റീഹാബിറ്റേഷൻ സെന്റർ അല്ല, ലക്ഷ്മിയുടെ ഡ്രോമ ഫുൾ എടുത്ത് പുറത്തിടാൻ എന്നൊക്കെ പറഞ്ഞ് ഒണിയൽ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ല. ഒനിയലിനോട് തെറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതണക്ക് ബസ്സിൽ പോകുമ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇടും എന്നിങ്ങനെ പറഞ്ഞിട്ടാണ്. അത് പുള്ളിയുടെ ഒരു സ്റ്റാൻഡാണ് പറഞ്ഞത്. അല്ലാതെ നാട്ടിലുള്ള എല്ലാ ബോയ്സിന്റെ അടുത്തും തെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രസ്താവന ഒന്നും, അല്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാ ആൺപിള്ളേരും അങ്ങനെയാണെന്നൊന്നും ലക്ഷ്മി പറഞ്ഞിട്ടില്ല. അപ്പൊ മൊത്തം ആൺപിള്ളേരുടെ അടുത്ത് സോറി ചോദിക്കണമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ലക്ഷ്മി ചോദിച്ചു, ലക്ഷ്മി പറയുന്നുണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സോറി ഒണിയലിനോടും കുറെ സോറി പറഞ്ഞ് ഒണിയിൽ പറയുന്നതിനോടും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ ഒനിയിൽ ഈ പറഞ്ഞ പ്രസ്താവനയോട് യോജിക്കുന്നില്ല. എല്ലാവരോടും സോറി പറയണം എന്നുള്ളത്, അതിനുവേണ്ടി പുറത്തു പോയാലും കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. അതെ. അപ്പൊ അടുത്തതായിട്ട് ഒരു ആള് എവിക്റ്റ് ആവുകയാണെന്ന് പറയുന്നു. നമ്മുടെ മസ്താനിയാണ് എവിക്റ്റ് ആയത്. മസ്താനി അവിടെ ഉള്ളതില് ലക്ഷ്മിക്കും ജിഷിനും അല്ലാതെ വേറെ ആർക്കും കയ്യോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ആരോടും മിണ്ടുന്നുമില്ല, ഇറങ്ങി പോകുന്നു. അപ്പൊ നമ്മുടെ ആര്യൻ അപ്പാനി പോയ കണക്ക് മാസ്ക്, പുലിയുടെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് അതിനൊക്കെ ഓടിച്ചാടി തുള്ളി ഡാൻസ് കളിക്കുന്നുണ്ട്. അതിലാ നൂറയൊക്കെ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു റിവെഞ്ച് ചെയ്തു. അതെ, ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മസ്താനി പോയി. എന്നിട്ട് മസ്താനിയുടെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്തു. എന്തുണ്ടായിരിക്കും പോവാനെന്ന് പറഞ്ഞപ്പോൾ മസ്താനി പറയുന്നുണ്ട് ചിലപ്പോൾ മൊണിയലിന്റെ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടായിരിക്കാം ഞാനത് അവരെ ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണെന്നൊക്കെ മസ്താനി പറയുന്നുണ്ട്. വീഡിയോ കാണിച്ചു, മസ്താനി ഔട്ടായി. അപ്പൊ ഉള്ളില് ഇങ്ങനെ നമ്മുടെ ബിന്നി, റെന, അക്ബറും അക്ബറും പിന്നെ ആര്യനും എല്ലാം കൂടെ വന്ന് മസ്താനി എടുത്ത് പറയുന്നുണ്ട്. മസ്താനി അല്ലല്ലോ, അപ്പാനി മസ്താനി ക്യാമറ വന്ന് അപ്പാനിയോടായിട്ട് പറയുന്നുണ്ട്. അതായത് മസ്താനി ഇതണക്ക് എവിക്റ്റ് ആയത് ബിന്നി എന്ന് പറഞ്ഞായിരുന്നു, അടുത്ത ആഴ്ച നീ ഇതണക്ക് പോവും, അപ്പൊ ഇതണക്ക് ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നീ വിഷമിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നടന്നിട്ടുണ്ട്. കർമ്മ വന്നു എന്ന് തന്നെ പറയാല്ലേ, കർമ്മ റിട്ടേൺസ് തന്നെ പറയാം. എന്തായാലും അപ്പാനി അതേ ഫീൽ അനുഭവിച്ച അതേ ഫീല് പുള്ളിക്കാരിക്കും കിട്ടി. അപ്പാനി വന്ന് വെളിയിൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാന്നൊക്കെ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ലക്ഷ്മി വീണ്ടും ഒണിയലിനോട് സോറി ചോദിക്കുന്നുണ്ട്. അപ്പം ലക്ഷ്മി പറയുന്നത് എന്താന്ന് വെച്ചാൽ മസ്താനി പറഞ്ഞു തന്ന ആ ഒരു റിഫ്ലക്ഷൻ വെച്ചിട്ടാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഒണിയൽ പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പം ലക്ഷ്മി പറഞ്ഞു ഞാനൊരു ഗെയിം പ്ലാൻ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഗെയിം പ്ലാൻ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാനൊന്നുമല്ല നോക്കിയെന്ന് പറയുമ്പോൾ ഒണിയൽ പറയുന്നുണ്ട് അങ്ങനെ ബ്രേക്ക് ആവത്തുമില്ല, എന്തായാലും കുഴപ്പമില്ല, ആള് പോയല്ലോ ഇനി ഒറ്റയ്ക്ക് ഗെയിം കളി എന്നൊക്കെ പറഞ്ഞിട്ട് അവരമ്മയെ പറഞ്ഞു അത് സോൾവ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അനുവും അതിലും നൂറയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം അനു പറയുന്നത് എന്താന്ന് വെച്ചാൽ ക്ലാപ്പ് ചെയ്തത് ശരിയായില്ല, അങ്ങനെ ഒരാൾ പോകുമ്പോൾ ചെയ്യാൻ പാടില്ല. അപ്പം നൂറ പറയുന്നുണ്ട് ഈ മസ്താനി ഡേ 1 തൊട്ട് പറയുന്നതൊന്നും ശരിയല്ല. അപ്പൊ അതില് പറയുന്നുണ്ട് അങ്ങനെ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, കർമ്മ തിരിച്ചു കിട്ടും. അപ്പൊ അനു പറയുന്നത് കർമ്മ തിരിച്ചു കിട്ടിയതാണല്ലോ പോയത്, പക്ഷെ അത് ചെയ്യാൻ പാടില്ലെന്ന് പറയുമ്പോൾ അതിൽ പറയുന്നത് നമ്മളൊക്കെ മനുഷ്യരാണ്, ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല, മനുഷ്യരായിട്ട് തന്നെ തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പൊ അനു പറയുന്നുണ്ട്
എന്നാലും അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞാൽ അനു പറയുന്നുണ്ട് കേട്ടോ. എനിക്കതിലൊന്നും ഇതുമില്ല, കാരണം ഇത് ഗെയിമാണ്. ഭയങ്കര ഇമോഷണലി ബ്രേക്ക് ആയിട്ട് നിൽക്കുന്ന അപ്പൊ അനു പോയ ടൈമില് അവരുടെ സ്റ്റേജ് അതാണ്. അതായത് നമ്മൾ ഈ പുറമെ കാണുന്ന കണക്കല്ല, അവിടെ നിന്ന് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് അവരെ എപ്പോഴും ബേസ്റ്റ് ആവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് കാണിക്കും അവര്. അത് ആ ബിഗ് ബോസ് വീട് അതാണ്. അല്ലെങ്കിൽ പുറത്തും ഇതും കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ആ ഒരു മൈൻഡും വെച്ചോണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ നടക്കും, അല്ലാത്തവർക്ക് അത് നടക്കത്തില്ല. അത് ഓക്കെ. അടുത്തത് പിന്നെ ആര്യനും അക്ബറും കൂടി ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ ആര്യൻ പറയുന്നത് എന്താ വെച്ചാൽ മനു എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് അത് പോയി പണി നോക്കാൻ പറ, മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ അവർക്ക് മനസ്സിലായി കാണും, അതായത് മസ്താനിക്ക് മനസ്സിലായി കാണും ഇങ്ങനെ ഒരാൾ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള വിഷമം എന്താന്നുള്ളത് ഇപ്പൊ മസ്താനിക്ക് മനസ്സിലായി കാണും എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് അവിടെ ഈ സപ്പോർട്ട് ചെയ്ത, അതായത് അക്ബറും ആര്യനും ആ സമയത്ത് ഗിസയിലും ഒക്കെയാണ് അത്രയും വിഷമിച്ചത് ഈ മസ്താനി കാണിച്ചത്. കാര്യം ഡയറക്റ്റ് കാണുമല്ലേ അകത്തിരുന്ന് കാണിക്കുന്നൊക്കെ. അപ്പൊ അത് തിരിച്ച് ഇവരും കാണിച്ചത് അത്രേ ഉള്ളൂ. അല്ല പിന്നെ അനു ഇങ്ങനെ പറയാനായിട്ട് ഇപ്പൊ ഒരാൾ പോടാന്ന് പറഞ്ഞാൽ അനു രണ്ട് തിരിച്ചു പറയൂല്ലോ. അപ്പൊ അവര് നമ്മൾ തമ്മിൽ അതിലും ഒരു വ്യത്യാസം ഇല്ലെന്നൊക്കെ വിചാരിക്കണം കേട്ടോ. ഇത്ര നന്മമാരെ ആവല്ലേ. ഇപ്പൊ അനുവിന്റെ ഏറ്റവും അടുത്തവരൊക്കെ ആണെങ്കിൽ ചിലപ്പോ അനുവും കാണിച്ചെന്നിരിക്കാം. അത് തന്നെ. ഇത് പറഞ്ഞപ്പോ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ലക്ഷ്മി നമ്മുടെ ഒണിയലിനോട് പറയുന്നുണ്ട് ആ ക്ലാപ്പ് ചെയ്തിരുന്നല്ലോ, അതായത് ഒണിയൽ വന്ന് ക്യാമറ നോക്കി ക്ലാപ്പ് ചെയ്തത്, ക്യാമറ നോക്കി എനിക്ക് ബിഗ് ബോസിനോട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ സമയത്ത് ക്ലാപ്പ് ചെയ്തത് ഒണിയലിനെ അല്ല, അത് അനു കൂടെ നിന്ന് അനുവിനായിരുന്നു ആ ക്ലാപ്പ് കൊടുത്തേന്നാണ് കേട്ടോ പറയുന്നത്, അല്ലാതെ ഒണിയലിനല്ലെന്നാണ് പറയുന്നത്. കാരണം അന്ന് ഒണിയൽ പോയപ്പം കൂടെ നമ്മുടെ അഭിലാഷും അനു ഉണ്ടായിരുന്നു. അപ്പൊ അനുവിനെയാണ് അത് ടാർഗറ്റ് ചെയ്തെന്നാണ് പറയുന്നത് കേട്ടോ. അതെ അതെ, അത് ചിലപ്പോ അല്ലാതെ കൂടെ വന്നിരുന്ന് വന്നതായിരിക്കും അല്ലേ, അഭിലാഷും വന്ന് അനുവും വന്ന്, അല്ലാതെ വേറെ ഒന്നും തോന്നിയില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അല്ല അനുവിന് വേണ്ടി ക്ലാപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അനു ആ ടോയ്ലറ്റിൽ ഈ ഇഷ്യൂ നടക്കുന്ന സമയം തന്നെ ഒണിയലിന്റെ കൂടെ ആയിരുന്നു നിന്നത്. അപ്പൊ അതിലപ്പോ ലക്ഷ്മി അങ്ങനെ പറഞ്ഞ ചുമ്മാ ഒന്ന് ട്വിസ്റ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ഇവിടെ സാബുമാന്റെ പ്രശ്നം ഇതൊന്നും അല്ല കേട്ടോ. സാബുമാന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ മസ്താനി പോകാൻ നേരത്ത് സാബുമാനെ കൈ കൊടുക്കാൻ നേരത്ത് ഷേക്കാൻഡ് കൊടുത്തില്ല. ഞാൻ അവളോട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെന്താ എനിക്ക് കൈ തരാത്ത. അതാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ അന്താരാഷ്ട്ര പ്രശ്നം. അപ്പൊ നമ്മുടെ ഷാരവാസ് പറയുന്നത് കേട്ടോ ഇരിക്കുന്നത് നല്ലത്. അല്ല സാബുമാനെ വിശ്വാസം ഞാൻ വിചാരിച്ച അന്താളിച്ചിരിക്കുന്നു, കാരണം പോവാതെ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതില്. അതൊന്നും അല്ല കേട്ടോ, എനിക്ക് മസ്താന് കൈ തന്നില്ല. ഓക്കെ. അടുത്ത റീഗൽ ജുവലേഴ്സിന്റെ ഗോൾഡ് കോയിൻ ഉണ്ടല്ലോ, മറ്റേ പിക്കി ബാങ്കിലിടെ, അതിന് നമ്മുടെ ഏറ്റവും നന്നായിട്ട് ഈ ആഴ്ച ഗെയിം കളിച്ച് ജിഷൻ, രണ, ഓണിയൽ അവരാണ് ക്യാപ്റ്റൻസിയിലും നാളെ ഉള്ളത്. നിറയ്ക്കൊന്നും പറഞ്ഞ നെക്ലസ് ഞങ്ങളെടുത്തോണ്ട് ഓടുന്നും പറഞ്ഞിട്ടൊക്കെ ഇടുന്നുണ്ട്. ഇമ്പ്രൂവ് ചെയ്യാൻ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്, എന്നിട്ട് കൂടി അവരൊന്നും ചെയ്യാതെ അവിടെ ഇരിക്കുക. ഒണിയലിന് മിക്കവാറും ഒണിയൽ അല്ല കേട്ടോ, ഒണിയൽ ഇപ്പം നല്ല മോട്ടിവേഷൻ ആയി കാണും എന്ന് ഞാൻ കരുതുന്നു. അടുത്ത ആഴ്ച ഗെയിം നന്നായിട്ട് കളിച്ചാൽ മതി. ഇനിയിപ്പോ കളിച്ചാൽ മതി. നല്ല സംസാരിക്കാനൊക്കെ നല്ല അറിയാം കേട്ടോ. നമ്മുടെ മമ്മൂട്ടിയുടെ ഇംഗ്ലീഷ് ആൾക്ക് ദുബായിലെങ്ങാണ്ടല്ലേ, ദുബായിലെങ്ങാണ്ട് എനിക്ക് തോന്നുന്നു അവിടെ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഒരു ഇംഗ്ലീഷ് പ്രൊണൗൺസ് ചെയ്യുന്ന സംസാരിക്കുന്ന ഒരു രീതി ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് ആള് പറയുന്നത്. അതുപോലെ നമ്മുടെ മമ്മൂക്ക സംസാരിക്കും പടക്കം പൊട്ടൊക്കെ നിനക്ക് ഒരു ഗുമ്മുണ്ട് കേൾക്കാനായിട്ട്, രസമുണ്ട് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ഈ ഒരു സംഭവം നടക്കുന്നത്. അതെ അതെ, സത്യം പറഞ്ഞാൽ സംസാരിക്കുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സംഭവം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ആര്യന്റെ ബെഡില് നമ്മുടെ നെവിൻ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആര്യൻ വന്ന് എണീറ്റിപ്പിച്ച് നെവിനെ ഓട്ടിച്ചു വിട്ടു കേട്ടോ. അങ്ങനെ നെവിൻ പോയി നമ്മുടെ അനുവിന്റെ ബെഡിൽ പോയി കിടന്നു. തമാശക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ആര്യൻ ഇങ്ങനെ കിടക്കാൻ വരുമ്പോഴത്തേക്ക് റെന അവിടെ കയറി കിടന്നു. തമാശക്കാണ് റെന കിടന്നത്, ആര്യന്റെ ബെഡിൽ കിടന്നത്. അപ്പോഴത്തേക്ക് ആര്യൻ പോയി ഇങ്ങനെ മേളിലൂടെ ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ കാണിച്ചു. റെനെ ടച്ച് ചെയ്തിട്ടില്ല, പക്ഷെ റെനയുടെ മേളിലൂടെ ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ, അത് മേളിൽ കയറി കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ കാണിച്ചു. അത് ആ കാണിച്ച ആക്ട് ഇപ്പം വളരെ മോശമാണ്. മാത്രമല്ല ഇപ്പൊ പല ഈ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയാ, പല പ്ലാറ്റ്ഫോമുകളിലും അതിനി ഭയങ്കര മോശമായ രീതിയിൽ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സംഭവമായിരിക്കും. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം രീതിയിൽ ഇനി എടുത്തിട്ട് കുറെ പേര് ആഘോഷിക്കും. അതൊക്കെ റെനയ്ക്ക് മനസ്സിലായത് കൊണ്ടാണെന്ന് തോന്നുന്നു. റെന പെട്ടെന്ന് ഞെട്ടി, റെന പെട്ടെന്ന് എണീച്ച് മാറുന്നുണ്ട്. അപ്പൊ ആരും എന്തോ പറയുന്നുണ്ട്, അത് ക്ലിയർ ആയില്ല കേട്ടോ. എന്നിട്ട് റെന വന്ന്
ഇവിടെ ബിന്നിയുടെ അടുത്ത് കിടപ്പുണ്ട്. അപ്പൊ ആര്യന്റെ ബെഡിൽ തന്നെ കിടന്നു കേട്ടോ. പക്ഷെ ആള് ടച്ച് ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനെ കിടക്കുന്ന രീതി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് റേന എണീറ്റു. ചിലപ്പോ ആള് എണീക്കാൻ വേണ്ടിട്ട് അങ്ങനെ കാണിച്ചതായിരിക്കാം. പക്ഷെ ആ ആക്ട് തെറ്റാണ്. പക്ഷെ ടച്ച് ചെയ്തിട്ടുണ്ടോന്ന് വെച്ചാൽ ടച്ച് ചെയ്തൊന്നുമില്ല കേട്ടോ റേനയെ. അപ്പം റേന വന്നിട്ട് ബിന്നിയോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഞാൻ അവിടെ പോയി കിടന്നപ്പം ആര്യം വന്ന് ഇങ്ങനെ തൊട്ടു, എനിക്കത് വളരെ ബാഡായിട്ട് തോന്നി. അല്ല, ആര്യം വന്ന് ഇങ്ങനെ കിടക്കുന്ന പോലെ കാണിച്ചു, ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്നൊക്കെ പറയുമ്പോ ബിന്നി പറയുന്നുണ്ട്, നിനക്കത് ബാഡായിട്ട് തോന്നി എങ്കിൽ ടച്ച് ചെയ്തില്ല എന്നൊക്കെ ഉള്ളത് പിന്നെയാണ്. അപ്പൊ ആ കാണിച്ച ആക്ട് നിനക്ക് ബാഡായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നീ പ്രതികരിക്കുക, ഇല്ലെങ്കിൽ അത് ഇവിടെ വിട്ടുകളാം, പിന്നെ ഇത് കൊണ്ട് നടക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ റേന കരയുന്നൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് അനു വരുന്നുണ്ട്. അനു വന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട്, അനു എന്തായാലും ഇതിൽ ഇടപെട്ടില്ലെന്ന് തോന്നുന്നു, എപ്പിസോഡ് കണ്ടില്ല, ഇടപെടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായി. ഒന്നാമത്തെ കാര്യം, റേന അവിടെ ആര്യന്റെ ബെഡിൽ വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അത് അങ്ങനെ കളിക്കേണ്ട ഒരു അടുപ്പമുണ്ട് എന്ന് കളിച്ചാണെങ്കിൽ കൂടി തന്നെയും ആര്യന്റെ സ്വഭാവം അറിയാലോ, എന്തെപ്പോഴാ പറയുന്നതെന്ന്, അത് എന്ത് കാട്ടിക്കൂട്ടുന്നെന്നും കൂടി അറിയത്തില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി ആര്യൻ നെവിനെ എടുത്ത് മാറ്റി. അപ്പം ആര്യൻ കിടക്കാൻ വരുന്ന റേന കാണുന്നുണ്ട്. അപ്പൊ ഓടിക്കേറി അവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ സീനാവും എന്നുള്ളവരാണെങ്കിൽ ഫസ്റ്റ് റേന കാണിച്ച തെറ്റാണ് പോയി കിടക്കാൻ പോയത്. അതിനെ കണ്ടെങ്കിൽ ആര്യൻ കിടക്കാൻ പോയത് അതിനും പുള്ളിക്കാരി ഒന്ന് അൺകംഫർട്ട് ആക്കിയിട്ട് പറഞ്ഞു വിടാൻ എന്ന രീതിയിലാണ് കാണിച്ചതല്ല, വേറൊന്നുമല്ല, അങ്ങനെ കാണിച്ചതാണ്. പുള്ളിക്കാരന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ വരുത്തുള്ളൂ, ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഈ രീതിയിലുള്ള സംസാരം, ഈ രീതിയിലുള്ള ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ. അപ്പൊ അത് പ്രതീക്ഷിച്ചിട്ട് നിക്കുക, അതാണ് ചെയ്യുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു ആൾ ഇവിടെ ഉള്ളല്ലോടാ, ഇവിടെ ഉള്ള ആളല്ലല്ലോ. അപ്പൊ ആൾക്കൊരു ഗേൾ ബോയ് എന്തോ കാണിക്കുന്നത് പയ്യനെ അറിയത്തില്ല, എന്തോ സംസാരിക്കുന്നത്, എവിടെ എന്തോ സംസാരിക്കേണ്ടെന്ന് ഒരു ബോധവും ബന്ധവും ഇല്ലാത്ത ഒരു പയ്യൻ. അപ്പൊ പുള്ളിക്കാരൻ അതങ്ങനെ കാണിച്ചത്. ഇതിനി എന്താ എന്റെ ഏറ്റവും വലിയ വിഷയം എന്താന്ന് പറഞ്ഞാല്, ഇതിന് ഇനി ജിസയിൽ സപ്പോർട്ടായിട്ട് വരുമെന്ന് അറിയണം. കാര്യം ഒരു കൺസെന്റും ഇല്ലാതെ അനുമോള് ജിസലിന്റെ ഇത് തൊട്ട് ഭയങ്കര തെറ്റാണെന്നൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് നടന്ന വലിയ ടീമുകളാ. ഇതിന്റെ അഭിപ്രായം എന്തോന്നൊന്നും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതെ, അപ്പം ജിസയിൽ തന്നെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനി ഒരു പ്രശ്നമായിട്ട് ഇത് നാളെയൊക്കെ മാറുമോ, അത് ഇവിടെ വിട്ടോ, എന്താ സംഭവം എന്നൊന്നും അറിയില്ല. എന്റെ അഭിപ്രായത്തിൽ ഇതിനി ഒരു പ്രശ്നമായിട്ട് പോകില്ല. അടുത്ത ആഴ്ച ലാലേട്ടൻ വന്നിട്ട് അതൊന്നും പറയാൻ പറ്റില്ല. നാളെ ചിലപ്പോ കാണിക്കുമെന്നാണ് തോന്നുന്നത്, അറിയില്ല. എന്തായാലും ഇങ്ങനത്തെ ഉള്ള ചീള് കേസൊക്കെ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ ഇതിലും ഭേദം തക്കാളിയും ക്യാരറ്റ് ഇഷ്യൂ ഒക്കെ കേട്ടോ. അതെ, ഇമ്മാതിരി ചീള് കേസുകൾ ഭയങ്കര ബോറാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഒരു ആവറേജ് എപ്പിസോഡായിട്ട് പോയി. നമ്മുടെ ഓണിയനിലെ വിഷയമൊക്കെ ചോദിച്ചു. എന്തായാലും ലക്ഷ്മി ഇനി അടുത്ത ആഴ്ച എങ്ങനെ ഗെയിം കളിക്കൂ എന്നുള്ളത് നമുക്കൊക്കെ ഒന്ന് കാണണം. മാത്രല്ല ഇനിയിപ്പം ഈ ആഴ്ച ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഹോട്ടൽ ടാസ്ക് ആണ് വരുന്നത്, ചലഞ്ചേഴ്സ് വരും. അതെ, അത് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. അതെ, മിക്കവാറും നാളെ അവര് കയറുമെന്ന് തോന്നുന്നില്ല. കാരണം അല്ലേ, നാളെ മിക്കവാറും ഈ ക്യാപ്റ്റൻസി തെരഞ്ഞെടുപ്പും കാര്യങ്ങളായിട്ട് പോകും. ചൊവ്വാഴ്ച ബുധൻ വ്യാഴമൊക്കെ ആയിരിക്കും ഈ ഒരു ടാസ്ക് കണ്ടിന്യൂ ആയിട്ട് പോകുന്നത്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ലൈവും കാണുക എല്ലാവരും. പിന്നെ മെയിനായിട്ട് നിങ്ങളോടൊക്കെ പറയാനുള്ള കാര്യം, നിങ്ങളൊക്കെ വോട്ട് ചെയ്യുകയാണെങ്കിൽ ദയവ് ചെയ്ത് അവർ നെഗറ്റീവ് ആയിട്ടാണോ പ്ലേ ചെയ്യുന്നത്, പോസിറ്റീവ് ആയിട്ടാണോ പ്ലേ ചെയ്യുന്നതെന്ന് നോക്കാതെ സേഫ് ആയിട്ട് ഇരിക്കുന്നവർ പുറത്താക്കൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഒന്നുമില്ല. ഇനി ആ സേഫ് ആയിട്ട് ഇരിക്കുന്നവർ മാത്രം അവിടെ ഇരുത്തി കഴിഞ്ഞാൽ ഒരു കണ്ടന്റും കാണൂല, ഭയങ്കര ബോറായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ അതിലും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പൊ അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. Bye.